ഒരുപക്ഷെ ലൈഫ് പദ്ധതിയിലൂടെ ലഭിക്കേണ്ട വീട് ലഭിച്ചിട്ടുള്ള ഒരാൾക്ക് രണ്ടാം ഗഡു തുക കിട്ടാൻ സാധ്യത കുറവാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലൊരു പട്ടികജാതി മന്ത്രി ഇല്ലാത്ത അവസ്ഥയാണ്. ഈ 9 വർഷക്കാലം കേരളത്തിലെ പട്ടികജാതിക്കാരനോ പട്ടികവർഗ്ഗക്കാരനോ എടുത്തു കാണിക്കുവാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു വികസന പ്രവർത്തനം നടത്തുവാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല. അഴിമതിയാണ്, കൊള്ളയാണ് കേരളത്തിൽ നടക്കുന്നത്. പിണറായി വിജയനും 20 കൊള്ളക്കാരും നടത്തുന്ന പകൽ കൊള്ളയാണ്. PSC ബോർഡ് മെമ്പർമാർക്ക് ക്രമാതീതമായി ഈ ഹോണറേറിയം വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ 50% തുക ചെന്നെത്തുന്നത് AKG സെൻറ്ററിലും ഇവിടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലുമാണ്. നമസ്കാരം. നമ്മുടെ സമൂഹത്തിലെ പട്ടികജാതി വിഭാഗം നമ്മുടെ സർക്കാരിൽ നിന്ന് നിരവധി നീതി നിഷേധങ്ങളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ദളിത് കോൺഗ്രസ് നേതാവായ വെഞ്ചേന്ദു സുനിൽ കുമാർ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. സംസ്ഥാന ദളിത് കോൺഗ്രസ് ഈ ഒരു രാപ്പകൽ സമരത്തിലൂടെ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്? സംസ്ഥാന ദളിത് കോൺഗ്രസ് ഈ സമരത്തിലൂടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ 2024-25 വർഷത്തെ ബഡ്ജറ്റിൽ കേരളത്തിൽ മാറ്റിവെച്ച തുകയിൽ 3000 കോടി രൂപയാണ് ബഡ്ജറ്റിൽ പട്ടികജാതി വിഭാഗത്തിനും പട്ടികവർഗ വിഭാഗത്തിനും വേണ്ടി മാറ്റിവെച്ചിരുന്നത്. ആ തുകയിൽ 500 കോടി രൂപ പട്ടികജാതി വിഭാഗത്തിൻ്റെയും 111 കോടി രൂപ പട്ടികവർഗ വിഭാഗത്തിൻ്റെയും തുക വെട്ടിക്കുറച്ചിരിക്കുന്നു. ഈ തുക വെട്ടിക്കുറച്ചതോട് മൊത്തം 612 കോടിയോളം രൂപ വെട്ടിക്കുറച്ചതോടുകൂടി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് പട്ടികജാതിക്കാരൻ്റെയും പട്ടികവർഗക്കാരൻ്റെയും സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി മാറ്റിവെച്ച തുകയാണ് വെട്ടിക്കുറച്ചത്. അതുകൊണ്ട് ഈ ഒരു വർഷക്കാലം ഇവർക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസാനുകൂല്യങ്ങൾ, വിവാഹ ധനസഹായം, കുട്ടികൾക്ക് ഹോസ്റ്റൽ ഫീസുകൾ, അവരുടെ ഭക്ഷണകാര്യങ്ങൾ അടക്കമുള്ള ഭവന നിർമ്മാണം അടക്കമുള്ള തുകകളെല്ലാം ഗണ്യമായി കുറയുകയാണ്. ഒരുപക്ഷെ ലൈഫ് പദ്ധതിയിലൂടെ ലഭിക്കേണ്ട വീട് ലഭിച്ചിട്ടുള്ള ഒരാൾക്ക് രണ്ടാം ഗഡു തുക കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം ഈ തുക ഇനി 25, 26 വർഷത്തെ ബഡ്ജറ്റിൽ നിന്ന് മാത്രമേ ഇനി തുകയെടുത്ത് ഇവർക്ക് വിതരണം ചെയ്യാൻ കഴിയൂ. അതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹിക സ്ഥിതി. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലൊരു പട്ടികജാതി മന്ത്രി ഇല്ലാത്ത അവസ്ഥയാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിലൊരു പട്ടികജാതി മന്ത്രി ഇല്ലാത്ത ഒരു ഗവൺമെൻറ് ഉള്ളത്. കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലഘട്ടത്തിൽ 2 മന്ത്രിമാരായിരുന്നു. ഒന്ന് AP അനിൽകുമാറും ജയലക്ഷ്മി 2 മന്ത്രിമാരുണ്ട്. പട്ടികജാതി വിഭാഗത്തിനും പട്ടികവർഗ വിഭാഗത്തിനും 2 മന്ത്രിമാരുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ പട്ടികജാതി വിഭാഗത്തിന് മന്ത്രി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മുന്നോട്ട് പോവുകയാണ് ഈ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായ സമരം നടത്തുന്നതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ് പട്ടികജാതി ജനവിഭാഗത്തിന് കേരളത്തിൽ ജനവിഭാഗത്തോട് കാണിച്ചിട്ടുള്ള ഈ നെറികേട് കേരളത്തിലെ സമൂഹ മനസാക്ഷിയുടെ മുന്നിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ രാപ്പകൽ സമരം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ഇല്ല, ഇടത് സർക്കാരിൻ്റെ ഭരണം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഈ 9 വർഷക്കാലത്തെ ഭരണവും കേരളത്തിലെ യാതൊരു വിധമായ വികസന പ്രവർത്തനങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ മെട്രോ റെയിൽ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ്. നമ്മുടെ വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയാണ്. തുടങ്ങി എടുത്തു കാണിക്കുവാൻ പറ്റുന്ന പാലക്കാട് പട്ടികജാതി വിഭാഗത്തിന് വേണ്ടി പാലക്കാട് ഒരു മെഡിക്കൽ കോളേജ് ആരംഭിച്ചു. ആ മെഡിക്കൽ കോളേജ് ആരംഭിക്കുമ്പോൾ അതോടൊപ്പം തന്നെ 150 ഏക്കർ ഭൂമി കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ആ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. ആ മെഡിക്കൽ കോളേജ് ആരംഭിക്കുമ്പോൾ അവിടെ 100 വിദ്യാർത്ഥികളെ, പട്ടികജാതി ജനവിഭാഗത്തിൻ്റെ വിദ്യാർത്ഥികളെ അവിടെ അഡ്മിഷൻ ലഭിക്കുമ്പോൾ അതിൽ 80 വിദ്യാർത്ഥികളും പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ്. 20% സീറ്റുകൾ മാത്രമാണ് മറ്റ് പിന്നോക്ക ജനവിഭാഗത്തിന് അവിടെ കൊടുക്കുന്നത്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. അത് മാത്രമല്ല, പട്ടികജാതി വിഭാഗത്തിന് വേണ്ടി കേരളത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് 4 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ കൊടുത്തിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്. അതിലൊന്ന് കേരള പുലയർ മഹാസഭയ്ക്ക്, ഒന്നൊരു പ്രിയദർശിനി ട്രസ്റ്റിന്, അങ്ങനെ 4 ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊടുത്തിരുന്നു. പക്ഷേ ഈ 9 വർഷക്കാലം കേരളത്തിലെ പട്ടികജാതിക്കാരനോ പട്ടികവർഗ്ഗക്കാരനോ എടുത്തു കാണിക്കുവാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു വികസന പ്രവർത്തനം നടത്തുവാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ പൊതു വികസന പ്രവർത്തനങ്ങൾ എടുത്തു നോക്കുമ്പോഴും കുറേ റോഡുകൾ വന്നു എന്നാണ് അവരിപ്പം പറയുന്നത്. റോഡുകളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരു സിസ്റ്റം തന്നെയുണ്ട്. ആ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന് ഒരു ഗവൺമെൻറ് സംവിധാനം വേണ്ട. ഈ റോഡുകൾ വികസിക്കുന്നതും പാലങ്ങൾ വികസിക്കുന്നതും ഒക്കെ കാലാകാലങ്ങളിൽ ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ അതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് നടന്നു പോകുന്ന കാര്യങ്ങളാണ്. അതല്ല വികസന പ്രവർത്തനങ്ങൾ. റോഡും പാലങ്ങളും വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാണെങ്കിൽ പോലും നമ്മൾ നിലവിലുള്ള സംവിധാനത്തിന് വ്യത്യസ്തമായി എന്ത് വികസന പ്രവർത്തനം കൊണ്ടുവരാൻ കഴിയുമോ അതാണ് ഒരു വികസന
പ്രവർത്തനമായി നമ്മൾ കാണേണ്ടത്. അതിൽ പിണറായി വിജയൻ 9 വർഷക്കാലമായി പരാജയപ്പെട്ടു. അഴിമതിയാണ്, കൊള്ളയാണ് കേരളത്തിൽ നടക്കുന്നത്. പിണറായി വിജയനും 20 കൊള്ളക്കാരും നടത്തുന്ന പകൽ കൊള്ളയാണ്. ഇവിടെ 66 ദിവസമായി ആശാ വർക്കർമാർ സമരം ചെയ്യുകയാണ്. അവരാവശ്യപ്പെടുന്ന ന്യായമായ കൂലി മാത്രമാണ്. പക്ഷേ ആ ആശാ വർക്കർമാരുടെ 7000 രൂപ കൊണ്ട് അവർക്കൊരു ജീവിക്കാൻ കഴിയില്ല. അതിനകത്ത് ഒത്തിരി മാനദണ്ഡങ്ങളുണ്ട്. 213 രൂപയാണ് അവർക്ക് ഒരു ദിവസം കിട്ടുന്ന ശമ്പളം. പക്ഷേ ആ ശമ്പളം കൊണ്ട് ജീവിക്കാൻ കഴിയില്ലെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് PSC ബോർഡ് മെമ്പർമാരുടെ ശമ്പളം, അവരുടെ ഹോണറേറിയം 2,64,000 നിന്ന് 3,87,000 വർദ്ധിപ്പിച്ചു. അത് പച്ചയായ കൊള്ളയാണ്. കാരണം ഖജനാവിൽ നിന്ന് ഈ തുക നേരിട്ടെടുക്കാൻ കഴിയില്ല. അതിനുവേണ്ടി PSC ബോർഡ് മെമ്പർമാർക്ക് ക്രമാതീതമായി ഈ ഹോണറേറിയം വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ 50% തുക ചെന്നെത്തുന്നത് AKG സെൻറ്ററിലും ഇവിടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലുമാണ്. അങ്ങനെ അഴിമതി നടത്താൻ വേണ്ടി മാത്രമാണ് പിണറായി വിജയൻ 9 വർഷക്കാലം ഈ ഭരണം ഉപയോഗിച്ചത് എന്ന് മാത്രമാണ് പറയുന്നത്.